നമസ്കാരം. കേരളത്തിൽ നിന്നും എല്ലാ ദിവസവും ചെന്നൈയിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു അടിപൊളി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനാണിത്. ട്രെയിൻ നമ്പർ 206-36 അനന്തപുരി എക്സ്പ്രസ് ട്രെയിൻ കേട്ടോ. തൊട്ടടുത്ത് തഞ്ചാവൂർ കിടക്കുന്നത് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈ ഒരു ട്രെയിൻ കൊല്ലത്ത് നിന്ന് തഞ്ചാവൂരിലേക്ക് ഡയറക്റ്റ് പോകത്തില്ല. കൊല്ലത്ത് നിന്ന് ചെന്നൈ ഇഗ്മോർ വരെ ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തിയിട്ട് ഇതേ ട്രെയിൻ തന്നെ മറ്റൊരു ട്രെയിൻ നമ്പറായിട്ടാണ് ചെന്നൈ ഇഗ്മോറിൽ നിന്നും തഞ്ചാവൂരിലേക്ക് പോകുന്നത്. മിക്ക ആൾക്കാർക്കും അതൊരു സംശയമുണ്ട്. അതാണ് കേട്ടോ വീഡിയോയുടെ ആദ്യത്തെ തന്നെ അത് എടുത്തു പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അനന്തപുരി എക്സ്പ്രസിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഈ ഒരു ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ കൊല്ലം ജംഗ്ഷനിൽ നിന്നുമാണ്. കൊല്ലം ജംഗ്ഷനിൽ നിന്നും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം 2:55 ആരംഭിക്കുന്ന ട്രെയിൻ തൊട്ടടുത്ത ദിവസം രാവിലെ 6:05 ചെന്നൈ ഇഗ്മോറിലേക്ക് എത്തിച്ചേരുന്നതാണ്. കൊല്ലത്ത് നിന്ന് ചെന്നൈ ഇഗ്മോർ വരെ ഈ ഒരു ട്രെയിൻ കവർ ചെയ്യുന്ന ദൂരം വരുന്നത് 857 കിലോമീറ്റർ ആണ്. ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 206-35 ആയിട്ട് എല്ലാ ദിവസവും രാത്രി 7:50 ചെന്നൈ ഇഗ്മോറിൽ നിന്നും ആരംഭിച്ച് തൊട്ടടുത്ത ദിവസം രാവിലെ 11:15 കൊല്ലം ജംഗ്ഷനിലേക്കും എത്തിച്ചേരുന്നതാണ്. ഈ ഒരു ട്രെയിനിൽ 4 ജനറൽ കമ്പാർട്ട്മെന്റുകളാണുള്ളത്. ട്രെയിനിന്റെ മുൻഭാഗത്ത് 2, പിൻഭാഗത്ത് 2, അതായത് UR അൺറിസർവ്ഡ് ആയിട്ടുള്ള കോച്ചസ് എന്ന് പറയും. സ്ലീപ്പർ കോച്ചസ് 11 ഉണ്ട് കേട്ടോ ഈ ഒരു ട്രെയിനിൽ. S1 മുതൽ S11 വരെ 11 സ്ലീപ്പർ കോച്ചസ് ഈ ഒരു ട്രെയിനിലുണ്ട്. AC കോച്ചസ് വരുന്നത് 6 മൊത്തത്തിൽ. അതിൽ തേർഡ് AC 3 ഉണ്ട്. B1 മുതൽ B3 വരെയാണ് തേർഡ് AC വരുന്നത്. സെക്കൻഡ് AC വരുന്നത് 2 അത് A1 A2 പിന്നെ ഒരു ഫസ്റ്റ് AC ആണ് ഈ ഒരു ട്രെയിനിലുള്ളത്. അത് H1 ആയിട്ട് നമുക്ക് കാണാനായി സാധിക്കുന്നതാണ്. ഇനി ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന മുഴുവൻ സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും കേൾക്കാം. ട്രെയിൻ നമ്പർ 206-36 അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം 2:55 കൊല്ലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് 3:10 പരവൂരാണ്. അത് കഴിഞ്ഞാൽ 3:20 വർക്കല ശിവഗിരി. വൈകുന്നേരം 4 മണിയോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് ട്രെയിൻ എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ 4:30 നെയ്യാറ്റിൻകര. 4:40 പാറശാല എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ഒരു ട്രെയിനിൻ്റെ സ്റ്റോപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ 4:50 കുളിത്തുറയിലാണ്, തമിഴ്നാട് തുടങ്ങുകയാണ്. അവിടെയാണ് പിന്നെ സ്റ്റോപ്പ് ഉള്ളത്. പിന്നെ 5:05 ഇരനിയൽ, 5:20 നാഗർകോവിൽ ടൗൺ, 5:50 അരൾവായ് മൊഴി, 6:05 വള്ളിയൂർ, 6:20 നങ്കുനേരി, 7:10 രാത്രി തിരുനെൽവേലി ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ രാത്രി 8:05 കോവിൽപ്പട്ടി, 8:30 സാത്തൂർ, 8:50 വിരുദനഗർ ജംഗ്ഷൻ, രാത്രി 9:05 തിരുമംഗലം, 9:30 മധുരൈ ജംഗ്ഷൻ, രാത്രി 10:40 ദിണ്ടിഗൽ ജംഗ്ഷൻ, രാത്രി 11:50 തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ തൊട്ടടുത്ത ദിവസം അർദ്ധരാത്രി 1:30 വൃദ്ധാചലം ജംഗ്ഷനിൽ ട്രെയിൻ എത്തിച്ചേരും. 2:50 വില്ലുപുരം ജംഗ്ഷൻ, 3:30 വെളുപ്പിനെ തിന്തിവനം എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ, 3:50 മേൽവരുവത്തൂർ സ്റ്റേഷൻ, 4 മണിക്ക് മധുരണ്ടകം എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലെത്തും. 4:20 ചെങ്കൽപ്പേട്ട ജംഗ്ഷൻ, 4:50 താമ്പരവും, 5:10 മാമ്പലം. പിന്നെ 6 മണിക്ക് ട്രെയിനിൻ്റെ ഡെസ്റ്റിനേഷനായ ചെന്നൈ ഇഗ്മോറിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 206-35 ആയിട്ട് സർവീസ് നടത്തുമ്പോൾ എല്ലാ ദിവസവും രാത്രി 7:50 ചെന്നൈ ഇഗ്മോറിൽ നിന്നും ആരംഭിച്ച് 8:15 താമ്പരത്താണ് പിന്നെ സ്റ്റോപ്പ് ഉള്ളത്. 8:50 ചെങ്കൽപ്പേട്ട ജംഗ്ഷൻ, രാത്രി 9:10 മധുരാന്തകം എന്ന് പറയുന്ന സ്റ്റേഷനിലേക്ക് എത്തും. അത് കഴിഞ്ഞാൽ 9:20 മേൽവരുവത്തൂർ സ്റ്റേഷൻ, 9:50 തിണ്ടിവനം, 10:30 വില്ലുപുരം ജംഗ്ഷൻ, 11:10 വൃദ്ധാചലം ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു. പിന്നെ തൊട്ടടുത്ത ദിവസം ആരംഭിക്കുകയായി അർദ്ധരാത്രി 1 മണിക്ക് തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. അത് കഴിഞ്ഞാൽ 2:20 ദിണ്ടിഗൽ ജംഗ്ഷൻ, വെളുപ്പിനെ 3:20 മധുരൈ ജംഗ്ഷൻ, 3:50 തിരുമംഗലം, 4:10 വിരുദനഗർ ജംഗ്ഷൻ, 4:30 സാത്തൂർ, 4:50 കോവിൽപ്പട്ടി, 6:05 തിരുനെൽവേലി ജംഗ്ഷൻ, 6:35 നങ്കുനേരി, 6:50 വള്ളിയൂർ, 7:05 അരൾവായ് മൊഴി, 7:30 നാഗർകോവിൽ ടൗൺ, 7:50 ഇരനിയൽ, 8:10 കുളിത്തുറൈ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് കഴിഞ്ഞു. പിന്നെ കേരളം തുടങ്ങുന്നത് 8:20 രാവിലെ പാറശാലയിലാണ്. അത് കഴിഞ്ഞാൽ 8:30 നെയ്യാറ്റിൻകര, 9:30 തിരുവനന്തപുരം സെൻട്രൽ, 10:10 വർക്കല ശിവഗിരി, 10:30 പരവൂര്, രാവിലെ 11:15 ട്രെയിനിൻ്റെ ഡെസ്റ്റിനേഷനായ കൊല്ലം ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ഇതാണ് ഈ ഒരു ട്രെയിനിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സമയക്രമം കേട്ടോ. കൊല്ലം ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്നതുകൊണ്ട് കൊല്ലം ജംഗ്ഷനിൽ നിന്നും ചെന്നൈ ഇഗ്മോർ വരെ ജനറലിന് 290 രൂപയും, സ്ലീപ്പറിന് 485 രൂപയും, തേർഡ് AC-ക്ക് 1245 രൂപയും, സെക്കൻഡ് AC-ക്ക് 1745 രൂപയും, ഫസ്റ്റ് AC-ക്ക് 2910 രൂപയുമാണ് കേട്ടോ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ആവുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ചെന്നൈയിലേക്ക് പോകാനായിട്ടുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് റൂട്ടാണ് ഈ ഒരു ട്രെയിൻ, നമ്മുടെ അനന്തപുരി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്.
തിരുവനന്തപുരത്ത് നിന്ന് വേറെയും ട്രെയിനുകളുണ്ട്, ചെന്നൈയിലേക്ക് കോട്ടയം വഴി പോകുന്നതുമുണ്ട്, ആലപ്പുഴ വഴി പോകുന്നതൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ് വിവരങ്ങൾ അറിയാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ അതൊന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ തീർച്ചയായും ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുടെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ്. ബൈ 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 ബൈ.